നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ഈഫ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഈഫ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ നമ്മളൊരു കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു, ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ നമ്മളൊരു റിസൾട്ട് കൊടുക്കുന്നു. ഇതാണ് സിമ്പിൾ ഈഫ് സ്റ്റേറ്റ്മെൻറ്റ്. സോ ഇതെങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. സോ ഇവിടെ എൻ്റെ കയ്യിലൊരു ചെറിയ ഫോം ഉണ്ട്. സോ ആദ്യത്തെ ടെക്സ്റ്റ് ബോക്സിൻ്റെ പേര് num1 എന്നാണ്. സോ ഞാനിവിടെ ആദ്യമായി PHP യിൽ num1 എന്ന് പറയുന്നൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു. പോസ്റ്റ് മെത്തേഡിലൂടെ ആ വാല്യൂ നമ്മൾ ആക്സസ് ചെയ്യുന്നു. num1 ടെക്സ്റ്റ് ബോക്സ് നെയിം നമ്മളിവിടെ കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ ഈഫ് സ്റ്റേറ്റ്മെൻറ്റ്, ഈഫ് എന്ന് പറയുന്ന കീവേഡ് കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. സോ നമ്മൾ num1 ഗ്രേറ്റർ ദാൻ 0 നമ്മൾ എൻ്റർ ചെയ്യുന്ന വാല്യൂ പോസിറ്റീവ് ആണോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. സോ ഇതുപോലെ ഒരു കർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ശേഷം പോസിറ്റീവ് ആണെങ്കിൽ നമ്മളൊരു മെസ്സേജ് പ്രിൻറ്റ് ചെയ്യുന്നു. ഇറ്റ് ഈസ് എ സിമ്പിൾ പ്രോഗ്രാമാണ്. ഇറ്റ് ഈസ് എ പോസിറ്റീവ് നമ്പർ. സോ നമുക്ക് നമ്മുടെ പ്രോഗ്രാം ചെക്ക് ചെയ്ത് നോക്കാം. പ്രോഗ്രാം ഒന്ന് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്കൊന്നുകൂടി നോക്കാം. സോ നമ്മൾ num1 എന്ന് പറയുന്ന വേരിയബിളിലോട്ട് നമ്മൾ എൻ്റർ ചെയ്യുന്ന ഈ num1 എന്ന് പറയുന്ന ടെക്സ്റ്റ് ബോക്സിലെ വാല്യൂ അസൈൻ ചെയ്തു. അതിനുശേഷം ആ വേരിയബിൾ ഗ്രേറ്റർ ദാൻ 0 ആണോ എന്ന് നമ്മളിവിടെ ചെക്ക് ചെയ്തു. ആണെങ്കിൽ നമ്മൾ ഈ ഒരു മെസ്സേജ് പ്രിൻറ്റ് ചെയ്തു. ഇതാണ് നമ്മുടെ സിമ്പിൾ പ്രോഗ്രാം. സോ നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. സോ ഞാൻ ആദ്യം ഇവിടെ 10 എന്ന് എൻ്റർ ചെയ്യുന്നു. ശേഷം ഞാൻ സബ്മിറ്റ് പ്രസ് ചെയ്യുന്നു. നമുക്ക് സേവ് ചെയ്ത് റീഫ്രഷ് ചെയ്യേണ്ടതുണ്ട്. സോ ഇറ്റ് ഈസ് എ പോസിറ്റീവ് നമ്പർ എന്ന് വരുന്നു. നമ്മൾ ആദ്യം തന്നെ എൻ്റർ ചെയ്തിരുന്നു. സോ ഞാൻ 20 എൻ്റർ ചെയ്യുന്നു. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ പോസിറ്റീവ് നമ്പർ എന്ന് വരുന്നു. സോ ഞാനിവിടെ ഈ -9 എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ടൊന്നും വരില്ല. കാരണം നമ്മൾ മൈനസ് ആണെങ്കിൽ 0യേക്കാൾ കൂടുതലാണെങ്കിൽ എന്താണെന്ന് നമ്മൾ കൊടുത്തിട്ടില്ല. സോ അതെങ്ങനെ കൊടുക്കാമെന്ന് നോക്കാം. സോ ഞാനിവിടെ താഴെ വന്നതിന് ശേഷം എൽസ് ഈഫ് എന്ന് പറയുന്ന കീവേഡ് കൊടുക്കുന്നു. അതിനുശേഷം num1 ലെസ് ദാൻ 0 ആണെങ്കിൽ എന്ത് വേണം? സോ നമ്മൾ ഈ ഒരു മെസ്സേജ് ഇവിടുന്ന് കോപ്പി ചെയ്യുന്നു. ശേഷം താഴെ പേസ്റ്റ് ചെയ്യുന്നു. ഇറ്റ് ഈസ് എ നെഗറ്റീവ് നമ്പർ എന്ന് കൊടുക്കുന്നു. സേവ് ചെയ്യുന്നു. റീഫ്രഷ് ചെയ്ത് നോക്കാം. സോ നമുക്ക് ഇറ്റ് ഈസ് എ നെഗറ്റീവ് നമ്പർ. നമ്മൾ നേരത്തെ എൻ്റർ ചെയ്ത -9ൻ്റെ റിസൾട്ടാണ് നമുക്കിപ്പോൾ ലഭിച്ചത്. സോ ഞാനിവിടെ 10 എൻ്റർ ചെയ്യുന്നു. സോ ഇറ്റ് ഈസ് എ പോസിറ്റീവ് നമ്പർ എന്ന് ലഭിക്കുന്നു. സോ ഞാനിവിടെ -9 എൻ്റർ ചെയ്യുന്നു. ഇറ്റ് ഈസ് എ നെഗറ്റീവ് നമ്പർ എന്ന് ലഭിക്കുന്നു. സോ നമ്മൾ ഇനി 0 എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ടൊന്നും ലഭിക്കില്ല. കാരണം 0 ആണെങ്കിൽ എന്താണെന്നുള്ളത് നമ്മൾ കൊടുത്തിട്ടില്ല. സോ അതിന് നമുക്ക് താഴെ ഇതുപോലെ ഈഫ് എൽസീഫ് ഉപയോഗിച്ച് നമുക്ക് എത്ര കണ്ടീഷൻ വേണമെങ്കിലും എൽസീഫ് ഇതുപോലെ താഴോട്ട് ചെക്ക് ചെയ്യാം. സോ അവസാനം മുകളിലെ കൊടുത്ത കണ്ടീഷൻ ഒന്നുമല്ലെങ്കിൽ നമുക്ക് എന്ത് റിസൾട്ട് വേണം? സോ മുകളിലെ കൊടുത്ത 2 കണ്ടീഷൻ അല്ലെങ്കിൽ നമുക്ക് ഇറ്റ് ഈസ് എ 0 എന്ന് പറയുന്നുള്ള റിസൾട്ട് വേണം. സോ നമ്മൾ അവസാനമായി എൽസ് എന്ന് പറയുന്ന കീവേഡ് മാത്രം കൊടുക്കുന്നു. ശേഷം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. സോ ഇതിനുള്ളിൽ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് കണ്ടീഷൻ ചെക്ക് ചെയ്ത് അതൊന്നും അല്ലെങ്കിൽ അവസാനം എന്ത് കൊടുക്കണം? സോ നമ്മൾ പോസിറ്റീവ്, നെഗറ്റീവ്, 0 ഈ 3 കണ്ടീഷനെ നമുക്കുള്ളൂ. സോ പോസിറ്റീവ് നെഗറ്റീവും അല്ലെങ്കിൽ അത് 0 ആയിരിക്കും. സോ എൽസ് എന്ന് കൊടുത്ത ശേഷം നമ്മൾ ജസ്റ്റ് ഒരു മെസ്സേജ് ഈ കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്ത് ഇറ്റ് ഈസ് 0 എന്ന് കൊടുക്കുന്നു. ശേഷം സേവ് ചെയ്യുന്നു. സോ നമുക്ക് റീഫ്രഷ് ചെയ്ത് നോക്കാം. സോ നമ്മൾ നേരത്തെ 0 എൻ്റർ ചെയ്തിരുന്നു. അതിനുള്ള റിസൾട്ട് നമുക്ക് ലഭിച്ചു. സോ ഞാനിവിടെ 2 എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇറ്റ് ഈസ് എ പോസിറ്റീവ് നമ്പർ എന്ന് ലഭിക്കുന്നു. 4 എൻ്റർ ചെയ്താലും ഇറ്റ് ഈസ് എ പോസിറ്റീവ് നമ്പർ ലഭിക്കുന്നു. -7 ആണെങ്കിൽ ഇറ്റ് ഈസ് എ നെഗറ്റീവ് നമ്പർ എന്ന് ലഭിക്കുന്നു. 0 എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് 0 എന്ന് ലഭിക്കുന്നു. സോ ഇത്തരത്തിൽ നമുക്ക് ഈഫ് എൽസീഫ് സ്റ്റേറ്റ്മെൻറ്റ് ഇതുപോലെ ഉപയോഗിക്കാവുന്നതാണ്. നമുക്ക് എത്ര കണ്ടീഷൻ വേണമെങ്കിലും ഈഫ് എൽസീഫ് ഉപയോഗിച്ച് ഇതുപോലെ ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അവസാനം നമ്മൾ എൽസ് കീവേഡ് ഉപയോഗിച്ച് മുകളിൽ കൊടുത്ത കണ്ടീഷൻ ഒന്നുമല്ലെങ്കിൽ നമുക്ക് എന്ത് റിസൾട്ട് വരണം ഇത് നമുക്ക് ഇതുപോലെ കൊടുക്കാൻ സാധിക്കുന്നതാണ്.